ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ പ്രധാനമായും ചിന്തിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രവചനമൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ പ്രവാചകൻ പലരെയും നോക്കി ഇങ്ങനെ പ്രവചിച്ചിട്ട് പോകും. പക്ഷെ ആരുടെയും ജീവിതത്തിലൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. കാരണം ഇവരുടെ പ്രവചനമൊക്കെ ഭയങ്കര വിചിത്രമാണ്. എങ്ങനത്തെ പ്രവചനമാണ്? ഈ കള്ളൻ പറയുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട്, കള്ളൻ പറഞ്ഞ അന്യഭാഷ ഓർക്കുന്നുണ്ടാവും. ആ അന്യഭാഷയൊക്കെ വെച്ചിട്ടാണ് ഇവർ പ്രവചിക്കുന്നത്. കാരണം ഇത് ദൈവത്തിൽ നിന്നുള്ള അല്ലപ്പാടാണോ ആർക്കറിയാം. കാരണം ചില പേരുകളൊക്കെ ഇവർ പറയുകയാണ് ഈ പ്രവചിക്കുന്നതിനിടയിൽ. നിങ്ങൾക്കിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് ഒരു മന്ത്രമോ തന്ത്രമോ എന്തോ ചെയ്തിട്ടുണ്ട്, ഇന്നയാളുടെ പേരൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനെ പേരൊക്കെ പറയുന്ന ടൈപ്പുള്ള പ്രവചനങ്ങളാണ്. അന്ന് ഞാനതിന് ബന്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രവചനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ പല ആളുകളും പറയുന്നത് ഇതൊക്കെ എന്താണ്, കണിയാൻ ഇങ്ങനെ കബഡി നടത്തുക എന്ന് പറയുന്ന പോലെയുള്ള പ്രവചനങ്ങളാണ്. ഒന്നും നടക്കുന്നൊന്നുമില്ല, ചുമ്മാ വെറുതെ എന്തൊക്കെയോ പറയുന്നു. ചിലപ്പോൾ ചിലരുടെ ഇതുമായിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ നാളൊക്കെ പഠിച്ചായിരിക്കും പ്രവചിക്കുക എന്ന് പറയുന്നത്. കാരണം നാളൊന്നും ദൈവവചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. മകേരത്തിന്റെ ബന്ധനമൊക്കെ അഴിക്കാമോ എന്നൊക്കെ ഇയ്യോബിനോട് കർത്താവ് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ. മകേരത്തിന്റെ ഒക്കെ കാര്യം ഞാൻ പിന്നീട് ഒരു ദിവസം അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ മകീരം ഇങ്ങനെയുള്ള നാളുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒക്കെ ചേർത്ത് വെച്ചായിരിക്കും ഇവർ പ്രവചിക്കുന്നത്. പല ആളുകളും പ്രവചനം നടത്തുന്നതും അങ്ങനെയായിരിക്കാം അല്ലെ. അങ്ങനെ ഒത്തിരി പേര് ഭാവി പറയുന്നവരുണ്ട്. ചിലർ ഞരമ്പെ പിടിച്ചു കഴിഞ്ഞാൽ അസുഖം പറയുന്നവരുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയുക, ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ അല്ലെ. സംശയം തോന്നുന്ന പ്രവചനങ്ങളാണ് പല പ്രവചനങ്ങളും. സംശയാസ്പദങ്ങളാക്കി തീർക്കുന്ന പല ടൈപ്പ് പ്രവചനങ്ങളാണ് ഇന്ന് കണ്ടുവരുന്നത്. വിചിത്രമായ പ്രവചനങ്ങൾ അല്ലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ആളിങ്ങനെ പ്രവചിച്ചപ്പോൾ പറഞ്ഞു സിനിമാ നടനാകും. അപ്പൊ അതൊക്കെ വലിയ വിവാദമായതാണ്. സിനിമാ നടനാവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വിവാദമായി. കാരണം ബെന്തിക്കോസിന്റെ ഒരു ഭാഗം അതിനെതിരായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി. ഇന്നത്തെ പ്രവചനം ഇങ്ങനത്തെ വിചിത്രമായ പ്രവചനങ്ങളാണ്. നീ ഫേമസ് ആകും. കഴിഞ്ഞ ദിവസം ആരോ പ്രവചിക്കുന്നത് കേട്ടു, നീ ഇപ്പോൾ പ്രവചിക്കേണ്ട, നിന്നെ ഒരു അവാർഡ് കാത്തിരിക്കുന്നു. ഈ അവാർഡൊക്കെ അവാർഡുകൾ കഴിഞ്ഞിട്ട് മതി നീ കർത്താവിന്റെ വേല ഇപ്പം നീ എടുക്കണ്ട. കർത്താവിന്റെ വേല നീ ഇപ്പോൾ എടുക്കണ്ട, സമയമായിട്ടില്ല, നിന്നെ ഒരു അവാർഡ് കാത്തു കിടപ്പുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ആ ചെറുക്കൻ തുള്ളുന്ന തുള്ളാട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളോ? കാരണം ആ പ്രവാചകൻ പറയുകയാണ് ഇതുവരെ ആയിട്ടില്ല, നീ ഒരു സമയമെടുക്കും, ഇപ്പോഴും നീ ദൈവത്തിന്റെ വചനം എടുക്കാറായിട്ടില്ല. അത് കേട്ടപ്പോൾ തന്നെ അവന്റെ സന്തോഷവും തുള്ളാട്ടവും ഒക്കെ. ഇനിയിപ്പോൾ ആ വ്യക്തിയോട് ചോദിക്കണം, ഇനിയിപ്പോൾ അതൊക്കെ നടന്നോ, ഇനിയിപ്പോൾ അവാർഡ് മേടിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി കണ്ടെത്തേണ്ടതായിട്ട് വരും. കാരണം എന്തൊക്കെ പ്രവചനങ്ങളല്ലേ, നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത പ്രവചനങ്ങളാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? യൂട്യൂബിൽ ഇത് ഭയങ്കരമായ സ്റ്റാറ്റസ് ആയിട്ട് തന്നെ ഇടുകയും ചെയ്യും. എങ്ങനെയെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ. പിന്നെ കാശ് കൊടുക്കാവുന്ന പ്രവാചകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. കാശ് 1 കോടി നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്ന പ്രവാചകന്മാര് അല്ലെ. എവിടുന്ന് കിട്ടി? ഇങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ ബാങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാലൻസ് വന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ബാലൻസ് വന്നു, അത് പ്രവചനത്തിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ ഈ ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്താണ്? അധ്വാനിക്കാതെ കിട്ടുന്ന പണമായിരിക്കും അവർക്ക് കിട്ടിയത്. പക്ഷേ എങ്കിലും നല്ല കാര്യം, പണം കിട്ടിയവരും ഭാഗ്യവാന്മാർ. പണം കിട്ടിയിട്ടില്ലെങ്കിൽ അതിലേറെ ദുഃഖിതരെന്ന് എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിലേറെ ദുഃഖിതന്മാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുടെയും ഭാരങ്ങളുടെ നടുവിലായിരിക്കും ഈ പ്രവാചകന്റെ അടുക്ക ചെന്ന് ഇവർ ഈ കൈ നീട്ടുന്നത്. ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും. പാവ ആളുകളോട് പറയുകയാണ് ഇന്ന ദിവസം ഇന്ന നാളിൽ നിങ്ങളുടെ കാര്യം നടക്കും, നിങ്ങൾ വലിയ പണം വരാൻ പോകും, നിങ്ങൾ വലിയ പണക്കാരാകും എന്ന് വരെ പ്രവചിക്കുക.
നിങ്ങൾ ഫ്ലാറ്റിന്റെ ഉടമയാകുക. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഈ പാവം വിശ്വാസി, ഒന്നുമില്ലാത്ത പാവം വിശ്വാസി അവിടെ ചെന്ന് ഇതെല്ലാം കേൾക്കുന്നത്. അല്ലെ, ഇത് നടക്കാതെ വരുമ്പോൾ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവമേ, അവർക്ക് എന്താകും? അല്ലേ, കാരണം ഒരിക്കലും നടക്കാതെ, അവർ ഒരു രക്ഷയില്ലാതെ, ഒരിടത്തും രക്ഷയില്ലാത്ത അവസ്ഥയിലായിരിക്കും പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് ഇവർ കൈ നീട്ടുന്നു. ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അവസ്ഥയുടെ ഇടയിൽ ഈ കള്ളപ്രവചനം കൂടെ പ്രവചിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസികമായ വിഷമം എന്തായിരിക്കും? ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ചിന്തിച്ചിട്ടില്ല. ഇവരെന്തൊക്കെയോ പ്രവചിച്ചിട്ട് പോവുകയാണ്. കബഡി നിരത്തുന്ന പോലെ ഇതിങ്ങനെ പ്രവചിച്ചിട്ട് കിടന്നു പോകുന്നതല്ലാതെ ഇവരുടെ ജീവിതങ്ങളിൽ ഒന്നും തന്നെ നടക്കുന്നതേയില്ല എന്നുള്ളതാണ് പ്രധാന സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്തുള്ള പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവരാണോ എന്ന് കണ്ടറിഞ്ഞിട്ട് വേണം, അല്ലെ, എലീശയും ഏലിയാവിനെ കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി പാഠം പഠിക്കാനുണ്ട്. അവരുടെ പാഠങ്ങൾ എത്രയോ വലുതാണ്, അല്ലേ. അപ്പോ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ് പ്രവാചകൻ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാത്തവനൊന്നും പ്രവാചകനുമല്ല. അവൻ ആരാണെന്ന് പറയുന്നത്? ദർശകനാണ്. ദർശനം കണ്ടിട്ടാണ് പ്രവചിക്കുന്നത്. ഒരു ദർശകനാണെന്ന് പറയുന്നു, അല്ലേ. അവിടെ ഞാൻ വായിച്ചത് എന്താണ്? 2 രാജാക്കന്മാർ 3:11 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ശാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഏലീശ അന്നത്തെ ഫേമസ് പ്രവാചകനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവമാണ് അവനെ ഫേമസ് ആക്കിയത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകനാണ് ഏലീശയും ഏലിയാവും ഒക്കെ, അല്ലെ. അല്ലാതെ ഒരിക്കലും അവർ സ്വയമേ പ്രവാചകന്മാരോ സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരും അല്ല. ഇന്നത്തെ സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരും സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരുമാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോസ്തോലിക് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്. ചിലര് പ്രവചിക്കുന്ന ഭയങ്കര വിചിത്രമാണ്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഞാൻ പ്രവചിക്കുന്നതെന്ന് ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു. കാരണം ഈ പ്രവാചകനും പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം? ദൈവവചനം പ്രസ്താവിക്കുന്ന പ്രവാചകനും പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം? പഴയ നിയമത്തിൽ ഏലീശയ്ക്ക് പാർട്ടി ഉണ്ടായിരുന്നില്ല, ഏലിയാവിനും പാർട്ടി ഉണ്ടായിരുന്നില്ല. അവർ പ്രവചിച്ചത് എങ്ങനെയാണ്? അവർ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടാണ് പ്രവചിക്കുന്നത്. ചില പ്രവാചകന്മാരുടെ ഡയലോഗ് പറയുന്നത് ഞാൻ ഇന്ന പാർട്ടിയുടെ അംഗമാണ്, ഇന്ന പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രവചിക്കുന്നത്. അപ്പൊ പാർട്ടിയും ദൈവത്തിന്റെ പ്രവചനവുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. കാരണം മേന്മയ്ക്ക് പറയാൻ പറ്റുമ്പോൾ ഞാൻ അതിന്റെ ആളാ, ഇതിന്റെ ആളാണ്. ദൈവവും പാർട്ടിയുമായി ഒരു ബന്ധങ്ങളുമില്ല. മനുഷ്യനുണ്ടാക്കിയതാണ് ഈ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ. അത് അവിടെ കിടക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ, അല്ലേ. അപ്പോ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, മകൻ ഏലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 രാജാക്കന്മാർ 5:8 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു. ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അറിയുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പ്രവാചകൻ ഇവിടെ ഉണ്ടെന്ന് അറിയണം. കാരണം അറിയുന്നതിന് കാരണം എന്നാ? അവൻ പറയുന്നത് സംഭവിക്കും, അച്ചട്ടായിട്ട് സംഭവിക്കും. അതാണ് അവൻ ഏകനാമത്തിൽ, ഏക ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിക്കുന്നവനാ. അങ്ങനെയുള്ളവനെ പ്രവചിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തതെല്ലാം എന്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കള്ളപ്രവാചകന്മാരാണ്. ഏക ദൈവത്തിൽ പ്രവചിച്ച ഒരേ ഒരാൾ മോശയുടെ കാര്യം ഇവിടെ പറഞ്ഞു. മോശയാണ് അത് പഠിപ്പിച്ച, ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പഠിപ്പിച്ച മോശയാണ് പഴയ നിയമത്തിൽ, അല്ലേ. അപ്പോ 5:13 2 രാജാക്കന്മാർ 5:13 എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പ്രവാചകന് വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ എന്താണ്, നീ അത് ചെയ്യാതിരിക്കുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്, അതെ. നീ ചെയ്യാതെ ഇരിക്കുമോ? വളരെ ശ്രദ്ധിക്കേണ്ട
ഒരു പോയിന്റാണ് പ്രവാചകനെ കുറിച്ച് അല്ലെ. ഇന്നത്തെ ഏതെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ് ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. ചിലർ പറയുന്നു പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ അങ്ങനെ പ്രവാചകന്മാരില്ല എന്നും ഒരു ഭാഗം പറയുന്നുണ്ട്. നമുക്കത് പഠിച്ചു വരാം. ഞാൻ എപ്പോഴത് പറയുകയില്ല. നമുക്ക് വഴിയെ പറഞ്ഞ് പ്രവാചകനെ കുറിച്ച് പല കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നു. നമുക്ക് ഇനിയും പറഞ്ഞ് മുന്നോട്ട് പോകാം. അതിനെക്കുറിച്ച് നിന്നോട് കൽപ്പിച്ചിട്ട് നീ ചെയ്യാതെ ഇരിക്കുമോ? ഇനിയും 2 രാജാക്കന്മാർ 14:25 പറയുന്നു, ഗത്ത് ഹേപ്പർകാരനായ അമിത്ഥായിയുടെ മകനായി യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹാമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. അപ്പം എന്താണ് പ്രവാചകൻ അവിടെ വളരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗത്ത് ഹേഫർകാരനായ അമിത്യായിയുടെ മകനായി യോന എന്നൊരു പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹാമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തിന്റെ വീണ്ടും എന്ത് ചെയ്തു? സ്വാധീനമാക്കി എന്ന് അവിടെ പറയുന്നു. ഈ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25:16 വായിക്കുന്നു, അങ്ങനെ പ്രവാചകൻ മതിയാക്കി നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ പ്രവാചകന്റെ പ്രത്യേകതയാണ്. അങ്ങനെ പ്രവാചകൻ മതിയാക്കി നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ നശിപ്പാൻ നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഇസ്രായേൽ ദേശത്തിന് സ്വാധീനമുണ്ടാക്കി. അതുപോലെ തന്നെ ദിനവൃത്താന്തം 28:9 പറയുന്നു, എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമരിയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റ് ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദനോട് കോപിച്ചിരിക്കൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തിക്കുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു അല്ലേ. എന്നാൽ ഒദേദ് എന്ന പ്രവാചകൻ, യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യഹോവയുടെ പ്രവാചകൻ പ്രവചിക്കുന്ന സത്യമായിരിക്കും, തെറ്റുപറ്റത്തില്ല. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു സംഗീതജ്ഞനാണെന്ന് തോന്നുന്നു, ബന്ധിക്കോസുകാർ ഒരു സംഗീതജ്ഞനാണ്, പാട്ട് പാടുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്ന കേട്ട്, ഞങ്ങളും ചിലപ്പോൾ പറയുന്നൊന്നും ഒക്കത്തില്ലായിരിക്കും എന്ന്. അപ്പൊ ഞങ്ങൾ എന്ത് പ്രവാചകനാണ്? ഇവിടെ ദൈവത്തിന്റെ ആത്മാവുള്ള പ്രവാചകൻ പ്രവചിച്ചാൽ കറക്റ്റായിട്ട് സംഭവിക്കും കേട്ടോ. ആ പാസ്റ്ററോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചാൽ തെറ്റ് പറ്റത്തില്ല. ഈ പറയുന്ന ടിജോ തോമസ് പാസ്റ്റർ, നമ്മുടെ ടിജോ തോമസ് എന്ന് പറയുന്ന അടൂരുള്ള പാസ്റ്റർ, അദ്ദേഹം ആരെയോ ഒരാളെ നോക്കിയിട്ട് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പുള്ളിയുടെ പ്രവചനം പാളിപ്പോയി. അപ്പം ഇങ്ങനെ പാളലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവർ ഈ പ്രവചിക്കാൻ പോകുന്നത്? പലപ്പോഴും ഞാൻ ചിന്തിച്ചു. കാരണം ഇവരുടെ പ്രവചനം എന്തിനാ ഇവർ പ്രവചിക്കുന്നത്? കാരണം ഏലിയ വന്ന് പ്രവചിച്ചപ്പോൾ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഏലിയാവിന്റെ പ്രവചനം വെറും വ്യർത്ഥമായേനെയുമായിരുന്നു. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ പ്രവചിച്ചിട്ട് എന്ത് പ്രയോജനം അല്ലെ? പ്രവാചകനാണ്, എന്നിൽ പ്രവചന ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ് അല്ലെ. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ദർശകനാണ് പ്രവാചകൻ. അപ്പൊ ദർശകന് എന്താണ്? ദൈവം കറക്റ്റായ കാര്യമേ പറയത്തുള്ളൂ, ഒരിക്കലും വിപരീതമായ കാര്യം പറയത്തില്ല, നടക്കാത്ത കാര്യങ്ങൾ പറയത്തില്ല. പിന്നെ അഥവാ മാറിപ്പോകുന്നതിന് കാരണം എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട് അല്ലെ. ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നതിന് കാരണം എന്താണ്? ചിലരുടെ എന്താണ് ദൈവത്തോടുള്ള അകൽച്ചയാണ്. ചിലപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും നീ ഇത്ര ദൈവത്തോട് അകന്നത് കൊണ്ടായിരിക്കാം. ഇന്നത്തെ പ്രവാചകൻ പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. കാരണം ഒരു പ്രവചനം ഫലിക്കാതെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മുടന്ത ന്യായം പറയണ്ടേ, നീ എന്ത് പാപം ചെയ്തു അതുകൊണ്ടാണ് നിനക്കിത് വന്നത് അല്ലേ. അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും നടക്കേണ്ടതായിരുന്നു, അതാ ഒരു തടസ്സം വന്നത് എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ അള്ളപ്പാട് നടത്തുന്ന പ്രവാചകന് ഒരിക്കലും ഒരു ദോഷം
അല്ലെങ്കിൽ ഒരു ദോഷമല്ല, ഒരു തെറ്റ് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ പറയുന്ന പ്രവചനം സത്യമായിരിക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടു പോകണം. അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടു പോകണം. ദൈവത്തിന്റെ ആത്മാവ് വിട്ടു പോയെങ്കിലേ അവൻ കള്ളപ്രവചനം നടത്തുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ സത്യമായിട്ട് പ്രവചിക്കത്തുള്ളൂ. സത്യസന്ധനായ പ്രവാചകനായിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഒരു പ്രവാചകന്റെ അടുക്കിലേക്ക് ആദ്യം പോകേണ്ടത്. അവൻ ഏത് ദൈവത്തിന്റെ അരുളപ്പാടാണ് അറിയിക്കുന്നത്. അവന് ദൈവത്തെക്കുറിച്ച് നല്ല വെളിപ്പാടുള്ളവനായിരിക്കും, ദൈവത്തിന്റെ മനസ്സറിയാവുന്നവനായിരിക്കും. വളരെ അല്ലേ, നിങ്ങൾ ദൈവത്തിന്റെ മനസ്സുള്ളവരല്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തിന്റെ മനസ്സറിയാവുന്നവൻ ആരാ ഉള്ളത്? ദൈവത്തിന്റെ മനസ്സറിയുന്നവനെ പ്രവചിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ മനസ്സെന്താണ് എന്നറിയുന്നവനെ പ്രവചിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ മനസ്സറിയുന്നവരാര് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. ആരാ ദൈവത്തിന്റെ മനസ്സുള്ളത്? ദൈവത്തിന്റെ മനസ്സുണ്ടാകണം അല്ലെ. ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്ന് പറയുമ്പോൾ ആ വളർച്ച എന്താണ്? ആ ദർശനത്തിന്റെ ആ ലെവലാണ് കാണിക്കുന്നത് അല്ലെ. ദൈവത്തോടൊപ്പം നിൽക്കുവാൻ ദൈവം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നവനാണ് പ്രവാചകൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം 2 ദിനവൃത്താന്തം 28:9 നമ്മൾ വായിച്ചു അല്ലെ. 25:14 അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിക്കുന്നെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ ഉറപ്പാണ്. ആര് നശിക്കും ആര് നിലനിൽക്കും എന്ന് പ്രവാചകൻ ഉറപ്പാണ്. അതുള്ള കാര്യവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 ദിനവൃത്താന്തം 28:9 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമരിയയിൽ വന്ന സൈന്യത്തെ എതിരേറ്റി എന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ ഈ യഹൂദയോട് കോപിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവരെ ആകാശ പര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു എന്നവിടെ വായിക്കുന്നു. ഇനി യെശയ്യാവിന്റെ പുസ്തകം 3:2 എഴുതിയേക്കാണ്. വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ. യെശയ്യാവ് 9:15 പറയുന്നു, മൂപ്പനും മാന്യ പുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാല്. അപ്പൊ അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ ആരാണ്? വാലാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ. മൂപ്പനും മാന്യ പുരുഷനും തന്നെ തല. മൂപ്പനും മാന്യ പുരുഷനും തലയാണെന്നും അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ ആരാണെന്ന് പറഞ്ഞാൽ വെറും വാലാണെന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 23:28 പറയുന്നു, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കണം, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കണം അല്ലെ. ഇങ്ങനെ ഒരാൾ, ദാനിയേലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം ആ ബിംബത്തെക്കുറിച്ച് രാജാവിന് അറിയണം. രാജാവിന്റെ നാട്ടിൽ ആരുമില്ല. ആ കൂടെ അറിവും ജ്ഞാനവും ലഭിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനവും അറിവും ലഭിച്ചിരിക്കുന്നത് ആരാണ്? ദാനിയേൽ മാത്രമേ ഉള്ളൂ. ദാനിയേൽ അത് വിവരിച്ചു. കാരണം രാജാവിന് ഉത്തരം കിട്ടി. എന്തുകൊണ്ട്? അവൻ യഥാർത്ഥ പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണ് രാജാവിന് ഉത്തരം ലഭിച്ചു. ദാനിയേലിന്റെ കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ദാനിയേൽ എന്നവിടെ പറയുന്നുവെങ്കിലും ദാനിയേൽ ആരായിരുന്നു? ദർശകനും പ്രവാചകനും കൂടിയായിരുന്നു അദ്ദേഹം തക്ക സമയത്ത് രാജാവിന് ഉത്തരം കൊടുത്തു. അല്ലായിരുന്നു എല്ലാവരെയും കൊന്നനുമായിരുന്നു. ആ കൊല്ലേണ്ട ആ സമയത്ത്, ആ തക്ക സമയത്ത് താൻ അതിൻ്റെ ഉത്തരം താൻ പറഞ്ഞു കൊടുത്തു രാജാവിന് അല്ലേ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വപ്നം വിവരിക്കണം. രാജാവിന് സ്വപ്നം കണ്ടു. ആ സ്വപ്നം ദാനിയേൽ വിവരിക്കുന്നതും അവിടെ കാണുന്നു. എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ, വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ നമ്മൾ പ്രവാചകന്മാരെ തിരിച്ചറിയണം. അതിനുള്ള ദീർഘദൃഷ്ടി നമുക്കുണ്ടാകണം അല്ലേ. അതാണ് ദൈവത്തിന്റെ ആത്മാവിലായവർക്ക് അത് സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവരാണ് ഓടി ഇവരുടെ അടുക്ക ചെന്ന് അഭയം പ്രാപിക്കുന്നത്. രക്ഷയില്ല എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ എല്ലാവർക്കും ദൈവം എന്ത് ചെയ്തു? അരുളപ്പാട് ലഭിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. പക്ഷെ എന്നിട്ടും എന്താണ്? നമ്മളാരും എന്ത് ചെയ്യുന്നില്ല? അത് പ്രാപിക്കുന്നില്ല, പ്രാപിച്ചെടുക്കുന്നില്ല. അതാണ് അതിനകത്ത് സത്യം എന്ന് പറയുന്നത് അല്ലേ.
ആരും പ്രാപിക്കുന്നില്ല, പ്രാപിച്ചെടുക്കാനും സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ രണ്ടാമത് ജനിക്കുക എന്ന് പറഞ്ഞ ആ പ്രസ്താവന തന്നെ എന്താണ്? ദൈവത്തിലേക്കുള്ള ആ വഴി നമ്മളിലേക്ക് തുറക്കപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത് ജനിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നത്, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്? രണ്ടാമത് ജനിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോയുടെ പോയി ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടാമത് ജനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ കള്ളപ്രവചനങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും പുറകെ പോയി അവസാനം നിരാശരായി നിങ്ങൾ തന്നെ അസ്തമിക്കുകയല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ചെയ്യാൻ ഒക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.